الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും കൽപ്പനാ നിയമങ്ങളും ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ജീവിത കാഴ്ചപ്പാടുകളെ മനുഷ്യ ജീവിതം കൊണ്ട് തന്നെ മാതൃകാപരമായി ലോകത്തിന് മുന്നിൽ അതിസുന്ദരമായി ജീവിച്ച് കാണിച്ച മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും വാക്കുകളും കൽപ്പനകളും ഇടപാടുകളും ഇടപഴക്കങ്ങളും സ്നേഹബന്ധങ്ങളുമൊക്കെ ലോകത്ത് മനുഷ്യർ നിലനിൽക്കുന്ന കാലമത്രയും കാലിക പ്രസക്തമാണ്, മാതൃകാപരമാണ്. സാധാരണഗതിയിൽ ഒരു മതത്തെയും ആ മതത്തിൻ്റെ പ്രമാണങ്ങളെയും ഒക്കെ വിശദീകരിക്കപ്പെടാറുള്ളത് മനുഷ്യൻ്റെ ആത്മീയപരമായ വിശുദ്ധിയും അവൻ്റെ പരലോക വിജയവും മുൻനിർത്തിയിട്ടാണ്. അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും ആ പ്രമാണങ്ങൾ ലോക മനുഷ്യർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരും കേവലം പരലോക വിജയത്തെ മാത്രം മുന്നിൽ കണ്ടല്ല, അതല്ലെങ്കിൽ കേവലം ഒരു ആത്മീയപരമായ മനുഷ്യന്റെ പുരോഗതിയെ മുന്നിൽ കണ്ടല്ല പ്രവാചകന്മാരും പ്രമാണങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം പരിശുദ്ധ ഖുർആൻ ആവട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതമാവട്ടെ, അതൊക്കെ തൊട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങളെയാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തെ കുറിച്ചിട്ട് വായിക്കുമ്പോൾ, അവിടുന്ന് ഇടപെടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, അവിടുന്ന് നേതൃത്വം കൊടുക്കുന്ന വലിയൊരു സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ
40-ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെ അവിടുത്തെ ജീവിതത്തിലൂടെ മക്കത്തും മദീനത്തും എന്നല്ല ലോകമെമ്പാടും ആ മഹാനവറുകൾ ചെയ്തു തീർത്ത സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ട് കൃത്യമായ രീതിയിൽ പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു സംഗതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടത് മനുഷ്യ ഹൃദയങ്ങളിലാണ് എന്ന് മാത്രമല്ല, ഏത് മതസ്ഥരായിക്കോട്ടെ, ഏത് വിശ്വാസ ചിന്താധാരകളുള്ള ആളുകളായിക്കോട്ടെ, പച്ചയായ മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മനുഷ്യന്റെ വികാരങ്ങളെ, മനുഷ്യന്റെ ഇഷ്ടങ്ങളെ, മനുഷ്യന്റെ ആഗ്രഹങ്ങളെ, മനുഷ്യന്റെ ഹോർമോണുകളെ, മനുഷ്യന്റെ എല്ലാ അർത്ഥത്തിലുള്ള വികാര വിചാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യന്റെ കൂടെ ജീവിക്കേണ്ടത് എന്ന കൃത്യമായ പാഠമാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ മുഴുവൻ ജീവിതവും എന്ന് നമുക്ക് ആ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഉത്ലുബൂനി മിനദ്ദുഅഫ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ബലഹീനരായ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ പറ്റും എന്നാണ്. അവിടുന്ന് പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങളും അവിടുത്തെ ജീവിതവും തമ്മിൽ വളരെയധികം യോജിച്ചുകൊണ്ടാണ് പോവുക. വാക്ക് വേറെയും പ്രവൃത്തി വേറെയുമല്ല. റസൂലുള്ളാഹിന്റെ വാക്കുകളെ തന്നെ പരിശോധിച്ചു നോക്കിയാൽ, വിശക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിശക്കുന്ന ഒരു അപരൻ അല്ലെങ്കിൽ സഹോദരൻ തന്റെ കൂട്ടത്തിലോ തന്റെ സമൂഹത്തിലോ തന്റെ അയൽപ്പക്കത്തോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കാത്ത ഒരു മതകാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കാത്ത രീതിയിലുള്ള ഒരു ഇബാദത്തിനെ പോലും പ്രോത്സാഹിപ്പിക്കാത്തതിന്റെ കാരണം മനുഷ്യത്വത്തിനും മനുഷ്യ ജീവിതത്തിനും മനുഷ്യന്റെ വിഷമങ്ങൾക്കും അത്രയധികം പ്രാധാന്യം നൽകിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പരിശുദ്ധ ഖുർആന് ഒരു മനുഷ്യനെ കുറിച്ചിട്ട് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ആ മനുഷ്യന്റെ ഒരുപാട് സ്വഭാവ സവിശേഷതകളെ പറയുന്നതിന് പകരം പറഞ്ഞത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യനെ ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സുള്ള ഒരു മനുഷ്യനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുകയാണ് ഖുർആൻ. മറ്റൊരാളുടെ ആശയത്തെയും മറ്റൊരാളുടെ ആദർശത്തെയും മനസ്സിലാക്കാനും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തോട് സൗഹൃദം കാണിക്കേണ്ടത് എങ്ങനെ എന്ന് ജീവിതം കൊണ്ട് കാണിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ എന്റെ സഹോദരന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും. അതുകൊണ്ട് അവന്റെ ജീവിത അവസ്ഥയും ജീവിത അനുഭവവും എന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കി ആ ജീവിത കാഴ്ചപ്പാടുകൾക്ക്, ആ ജീവിതാനുഭവങ്ങൾക്ക് അനുസരിച്ച് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും വലിയ മൂല്യമായിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകളിലൂടെ നമുക്കൊക്കെ കിട്ടേണ്ട, മനസ്സിനകത്ത് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു മനുഷ്യത്വം, മനുഷ്യ സ്നേഹം, മനുഷ്യന്റെ വികാരങ്ങളെ, മനുഷ്യന്റെ പ്രയാസങ്ങളെ, മനുഷ്യന്റെ മാറിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരാളോട് പെരുമാറാൻ പറ്റുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ബേസിക് ക്വാളിറ്റി ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതിന് ഏറ്റവും ലളിതമായി അതേസമയം വളരെയധികം ഗൗരവത്തോടു കൂടി കാണേണ്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ ശ്രദ്ധ നേടാതെ പോയ ഒരു സംഭവമുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ സ്വഹാബി ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഒരു സംഘം തിരിച്ചു വരികയാണ്, മദീനത്തേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണഗതിയിൽ ഒരു സൈന്യത്തിന്റെ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ, ഒരു രാഷ്ട്രത്തിന്റെ അധിപൻ എന്നൊക്കെ പറഞ്ഞാൽ, ഇത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലും ഒക്കെ വളരെ കൃത്യമായിട്ട് വന്നൊരു ഹദീസാണ്. ഈ ഹദീസിനെ കുറിച്ചിട്ട് പിൽക്കാലത്ത് വന്ന സ്കോളേഴ്സ് ഒക്കെ, പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അവരുടെയൊക്കെ പഠനകാലത്ത് ഈ ഒരു ഹദീസിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളിൽ ഓരോ ആളുകളും 100 പേജ് അടങ്ങുന്ന ബുക്ക്ലെറ്റുകൾ ഒരു ഹദീസിനെ ബേസ് ചെയ്തിട്ട് അവർ ചെയ്തിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും 100 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ഇറക്കാൻ മാത്രം ലെസൺസ് ഉള്ള, പാഠങ്ങളുള്ള ഒരു ഹദീസാണ് പിന്നെ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഇത് സംബന്ധമായിട്ട് പറയുന്നത്. അത് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ മദീനത്തേക്ക് ഒരു യുദ്ധവും കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സംഘം, ആ സംഘത്തിൽ ഏറ്റവും പിന്നിലാണ് ജാബിർ ബിൻ അബ്ദുല്ല ഉള്ളത്. കാരണം ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദരിദ്രം അനുഭവിക്കുന്ന ഒരാൾ ജാബിർ ബിൻ അബ്ദുല്ലയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്വത്ത് എന്താണെന്ന് ചോദിച്ചാൽ താൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകമല്ലാതെ മറ്റൊന്നും എന്റേതാണ് എന്ന് പറയാൻ ഇല്ലാത്തത്രയും
ദരിദ്ര കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ, 18-19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അന്ന് ജാബിർ ബിൻ അബ്ദില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഒട്ടകത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഏറ്റവും ജാബിർ ബിൻ അബ്ദില്ല എന്ന് വിചാരിക്കുന്നത് ഞാൻ ഈ സൈന്യത്തിന്റെ ഏറ്റവും പുറകിൽ നല്ല രീതിയിൽ നടക്കാൻ പറ്റാത്ത ഒരു ഒട്ടകത്തിന്റെ പുറകിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒട്ടകം ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒട്ടകത്തിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓൾഡ് മോഡൽ ആയതുകൊണ്ടും മൈലേജ് കുറവായതുകൊണ്ടും അതിങ്ങനെ വീക്ക് ആയിട്ട് നടക്കുന്നതിന്റെ പേരിൽ സൈന്യത്തിന്റെ ഏറ്റവും പുറകിലാണ് ഞാൻ നടക്കുന്നത് എന്ന വിഷമത്തോടു കൂടിയാണ് ജാബിർ ബിൻ അബ്ദില്ല സഞ്ചരിക്കുന്നത്. അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്നേക്കാൾ പുറകിൽ ഒരാളുണ്ട്, അത് ഈ സൈന്യത്തിന്റെ നേതാവാണ്. സാധാരണഗതിയിൽ എല്ലാ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്കിടയിൽ അതിന്റെ എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു രാഷ്ട്രം ഭരിക്കുന്ന രാജാവ് ഏറ്റവും മുന്നിൽ എല്ലാ സെക്യൂരിറ്റിയോടും കൂടിയിട്ടാണ് സാധാരണഗതിയിൽ സഞ്ചരിക്കുക. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യങ്ങളുടെ മുന്നിൽ സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രവും നമുക്ക് കാണാൻ സാധ്യമല്ല. എപ്പോഴും റസൂലുള്ള പിറകിലാണ് നിൽക്കുക. ആ പിറകിൽ നിൽക്കുന്നതിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി കോഴ്സുകളിലൊക്കെ അതിന്റെ സ്ട്രാറ്റജിയെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ പോലും പ്രത്യേകിച്ചും ഇംഗ്ലീഷ് പുസ്തകങ്ങളിലൊക്കെ ലഭ്യമാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായ ആളുകൾ ഒരു സൈന്യത്തിന്റെ പുറകിൽ നിൽക്കുന്നതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണ്, എന്തുകൊണ്ടാണ് അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ട് വിവരിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു വരുന്നത് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു സന്തോഷമായി. കാരണം ഞാനല്ല പിറകിൽ, എന്നേക്കാൾ പിറകിൽ റസൂലുള്ള ഉണ്ട് എന്നുള്ളത് ഈ ഹദീസിന്റെ ഒന്നാമത്തെ പാഠമായിട്ട് പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ള ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, ജാബിർ എന്ത് പറ്റി നിന്റെ ഒട്ടകത്തിന്, എന്താണ് ഇങ്ങനെ പതുക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജാബിർ ബിൻ അബ്ദില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, എന്റെ ഒട്ടകത്തിന് ഇങ്ങനെ വലിയ സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു പ്രയാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഒട്ടകത്തിനെ തട്ടിക്കൊണ്ടിരിക്കുന്ന വടി റസൂലുള്ളാഹി തിരിച്ചു വാങ്ങുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഒട്ടകത്തെ അടിച്ചോടിച്ചുകൊണ്ട് ഒരു ദുആ പറയാണ്, അല്ലാഹുവേ ആ ഒട്ടകത്തിന് നീ നല്ല കരുത്ത് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറകിൽ നിന്ന് ദുആ ചെയ്തു എന്നാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയും പിന്നീട് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയാണ്, ആ സൈന്യത്തിന്റെ ഏറ്റവും മുന്നിൽ എത്തുന്ന രീതിയിൽ ഒട്ടകം ഇങ്ങനെ കുതിക്കുകയാണ്. അങ്ങനെ എല്ലാവരും എത്തുന്നതിന് മുമ്പ് ഒരു ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും കൂടാൻ വിചാരിച്ച സ്ഥലത്ത് എല്ലാ സൈന്യത്തിലെ അംഗങ്ങളും എത്തുന്നതിന് മുമ്പ് ആദ്യം എത്തിയത് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു ആണ്. അവിടുന്ന് ഇരുവരും കണ്ടുമുട്ടാണ്. റസൂലുള്ളാഹിനെ കണ്ടുമുട്ടിയിട്ട് ചോദിച്ചു, ജാബിറെ എങ്ങനെയുണ്ട് ഒട്ടകം? അവ പറഞ്ഞു, റസൂലെ ഞാനിതാ എല്ലാ ഒട്ടകത്തെക്കാളും എന്റെ ഒട്ടകം വലിയ ആരോഗ്യം തിരിച്ചെടുക്കുകയും വലിയ സ്പീഡിൽ നടക്കുകയും ഞാനിത് ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയും ചെയ്യുന്ന സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ജാബിറെ ഈ ഒട്ടകം നീ എനിക്ക് വിൽക്കുമോ? ഈ ഒട്ടകം നീ എനിക്ക് വിൽക്കുമോ? ഒരിക്കലും ജാബിർ ബിൻ അബ്ദില്ല ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്റെ സമ്പാദ്യം ആകെ ഉള്ളത് ഈ ഒട്ടകമാണ്. ഈ ഒട്ടകം എന്തിനാണ് റസൂൽ എന്നോട് വിൽക്കാൻ പറയുന്നത് എന്നതിനെ കുറിച്ചിട്ട് എങ്ങനെ ആലോചിച്ചിട്ടും ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു ഉത്തരവില്ല. പക്ഷെ ചോദിച്ചത് റസൂലാണ്, അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതും അത് വിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാനുള്ള മടിയോടുകൂടി ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു ഒരു സൈക്കോളജിക്കലി റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ ഞാന് ഈ ഒട്ടകത്തെ റസൂലിന് വിൽക്കൂല, പക്ഷെ ഈ ഒട്ടകത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒട്ടകത്തെ എടുക്കാം, ഞാൻ ഹദിയായിട്ട് നൽകാം, സന്തോഷത്തിൽ തരാം, പക്ഷെ പൈസ വന്നിട്ട് എനിക്ക് ഈ ഒട്ടകത്തെ ഞാൻ റസൂലിന് തരാൻ സന്നദ്ധരല്ല എന്നറിയിച്ചപ്പോ റസൂല് പറഞ്ഞു, അസ്തഗ്ഫിറു ലക ഇല്ലാ ബിസമനിക്, ജാബിർ ബിൻ അബ്ദില്ല അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ, ഞാന് പൈസ കൊണ്ടല്ലാതെ ഇത് വാങ്ങാൻ തയ്യാറുമല്ല, നിന്റെ ഹദിയ എനിക്ക് വേണ്ട, പൈസ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വാങ്ങാൻ അത് തയ്യാറാണെന്ന് പറഞ്ഞു. ഇത് 25 തവണ ആവർത്തിച്ചു നാം. ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു, ഇല്ല റസൂലെ ഞാൻ ഹദിയായിട്ട് നൽകാം. റസൂലുള്ള പറഞ്ഞു, ഹദിയായിട്ട് തരാം, ഞാൻ സന്നദ്ധനല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങാൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരിന്റെ ഇടയിൽ വായിക്കേണ്ട ഒരു വായന ഇസ്ലാമിന്റെ ഫിഖ്ഹിൽ, പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടിലും കച്ചവടത്തിലും ഒക്കെയുള്ള ഇസ്ലാമിന്റെ ഫിഖ്ഹ് രൂപപ്പെടുന്നത് ഈ ഒരു സംഭവത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംഗതി എങ്ങനെയാണ് വിൽക്കേണ്ടതെന്നും ഒരു സംഗതി എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ളത് ഈ ഹദീസിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഓരോ ഫിഖ്ഹിന്റെ നിയമങ്ങളും, ഇസ്ലാമിക ശരീഅത്തിലെ ഫിഖ്ഹിന്റെ നിയമങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തിക കച്ചവട രംഗത്ത് പാലിക്കേണ്ട സൂക്ഷ്മതകളെ കുറിച്ചിട്ടുള്ള എല്ലാ വിധികളും ഹുക്മുകളും രൂപപ്പെടുത്തുന്നത് ഈ ഒരു ഹദീസിന്റെ ഫലത്തിലാണ്. എന്നിട്ട് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവസാനം ജാബിർ ബിൻ അബ്ദില്ല എങ്ങനെയും റസൂല് പൈസക്കല്ലാതെ ഇത് എടുക്കില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര രൂപക്കാണ് താങ്കൾ ഇത് എടുക്കാൻ തീരുമാനിക്കുന്നത്? താങ്കൾ ഒരു വില പറഞ്ഞോ എന്ന് പറഞ്ഞപ്പം റസൂലുള്ള പറഞ്ഞു, ഒരു ദീനാറിന് അല്ലെങ്കിൽ ഒരു ദിർഹമിന് ഞാൻ ഇത് വാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ ഇതൊരു ഒട്ടകമാണ്. ഒട്ടകം എങ്ങനെയാണ് ഒരു ദിർഹമിന് ഞാൻ റസൂലിന് തരാം? ഇതുവരെ ഫ്രീ ആയിട്ട് നൽകാം എന്ന് പറഞ്ഞ ജാബിർ ബിൻ അബ്ദില്ല പിന്നെ ആള് മാറാൻ. അപ്പൊ റസൂലുള്ള വില കയറ്റി പറഞ്ഞു, എന്നാൽ 2 ദിർഹമിന് തരാം. അതിലും ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നില്ല. അവസാനം ഈ കച്ചവടം ഉറപ്പിക്കണമല്ലോ. ഈ കച്ചവടം ഉറപ്പിക്കണമെങ്കിൽ അവസാനം വിലപേശി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഊക്കിയൊക്കെ നമുക്ക് ഈ കച്ചവടം ഉറപ്പിക്കാം. ഒരു ഊക്കിയ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ഒട്ടകത്തിന് കിട്ടുന്ന ഒരു സാധാരണ മാർക്കറ്റിംഗ് റേറ്റ് ആണ് ഒരു ഊക്കിയ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഒരു ഊക്കിയൊക്കെ ഈ കച്ചവടം ഉറപ്പിക്കാം എന്ന് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു സമ്മതിക്കാൻ. ഈ കച്ചവടത്തിന്റെ അഗ്രിമെന്റിന് ശേഷം ജാബിർ ബിൻ അബ്ദില്ല ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ആ റളീത യാ ജാബിർ, ഈ കച്ചവടത്തിൽ നീ സംതൃപ്തനാണോ ജാബിർ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെയാണ് ഫിഖ്ഹിലേക്ക് വരുമ്പം ഇസ്ലാമിക കർമ്മശാസ്ത്രമൊക്കെ ഒരു കച്ചവടം നടത്തുമ്പം വാങ്ങുന്നവനും വിൽക്കുന്നവനും തൃപ്തനായിരിക്കണമെന്നും വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ആ എമൗണ്ട് തൃപ്തിയാണെങ്കിൽ മാത്രമേ ആ കച്ചവടം സാധുവാകുകയുള്ളൂ എന്നൊക്കെയുള്ള ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ ഹുക്മ് വരുന്നത് ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്നിട്ട് ഒരു ഊക്കിലേക്ക് കച്ചവടം ഉറപ്പിച്ചു. അവസാനം അഗ്രിമെന്റിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാബിർ ബിൻ അബ്ദില്ല റസൂലിനോട് ചോദിക്കുകയാണ്, റസൂല് നമ്മളെ മദീനത്ത് എത്തിയിട്ടില്ല, മദീനത്ത് എത്തുന്നത് വരെ ഇപ്പൊ റസൂല് ആ സമയത്ത് തന്നെ പറയുന്നുണ്ട്, അൽ ജമലു ജമലുന, ഈ ഒട്ടകം ഇനി മുതൽ എന്റെ ഒട്ടകമാണ് എന്ന് റസൂൽ ഇങ്ങനെ തമാശക്കൊക്കെ പറയുന്നുണ്ട്. ജാബിറെ, ഇനി നിനക്കെതിരെ അവകാശമില്ല, ഇതിന് എന്റെ ഒട്ടകമാണ് തമാശക്ക് രൂപത്തിലൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു ചോദിക്കും, റസൂലെ, മദീനത്ത് എത്തുന്നത് വരെ എനിക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം താങ്കൾ എനിക്ക് നൽകണം. വീടെത്തുന്നത് വരെ എനിക്ക് യാത്രയാണല്ലോ, ആ യാത്ര ചെയ്യാനുള്ള ഒരു അനുവാദം താങ്കൾ എനിക്ക് നൽകണം. ഇവിടെയാണ് ഫിഖ്ഹ് പറയുന്നത്, ഒരു വസ്തു കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഉടമസ്ഥൻ മാറിക്കഴിഞ്ഞാൽ നിശ്ചയിച്ച നാള് വരെ അയാൾക്ക് അത് ഉപയോഗിക്കാനുള്ള അനുവാദം മുൻപത്തെ ഉടമസ്ഥന് കൊടുക്കാൻ ഇസ്ലാമിന്റെ ഫിഖ്ഹിൽ അനുവാദം നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹുവിനോട് മദീനത്ത് എത്തുന്നത് വരെ ഉപയോഗിക്കാനുള്ള സമ്മതം റസൂലുള്ളാഹി കൊടുക്കാൻ. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞു, മദീനത്തേക്ക് എത്തി, വീട്ടിൽ വന്നു, ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ യാത്രയിൽ, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രയിൽ ഇന്ന സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ഭാര്യ എന്തായിരിക്കും മറുപടി പറയാ? ആകെയുള്ള നമ്മുടെ സമ്പാദ്യമാണ് ഒരു ഒട്ടകം, ആ ഒട്ടകം നിങ്ങൾ വിറ്റു തുലച്ചോ എന്ന് ചോദിക്കാണ്ട് സാധാരണ പെണ്ണിൽ നിന്നും വ്യത്യസ്തമായി ആ ഭാര്യ പറഞ്ഞത് സമഅൻ വതാഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതും കേൾക്കുന്നതും അത് അനുസരിക്കുന്നതും അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ആ ഭാര്യ ഭർത്താവിന്റെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ. കാരണം റസൂലിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ത്യജിച്ചാൽ, ദീനിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ചാൽ അതിന്റെ ഇരട്ടി അള്ളാഹു ദുനിയാവിൽ നമുക്ക് നൽകും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ആ ഭാര്യ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് ഒട്ടകവുമായിട്ടും ജാബിർ ബിൻ അബ്ദില്ല പോകാൻ. റസൂലിനെ പുറത്തൊന്നും കാണാത്തത് കൊണ്ട് ഒരു ഈന്തപ്പന മരത്തിലെ ഒട്ടകത്തെ കെട്ടിയിട്ട് പള്ളിന്റെ അകത്തേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിനെ കണ്ടു. റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഇന്നലെ നമ്മൾ നടത്തിയ സംഭാഷണം പോലെ, ഇന്നലെ നമ്മൾ നടത്തിയ അഗ്രിമെന്റ് പോലെ നമ്മളെ കച്ചവടം ഇന്നു മുതൽ അങ്ങോട്ട് ക്ലിയർ ആക്കാൻ പോവുകയാണ്. താങ്കളുടെ ഒട്ടകം പുറത്തുണ്ട്, താങ്കൾക്ക് അത് ഉപയോഗിക്കാം, ഞാൻ തിരിച്ചു പോവുകയാണ്, എന്റെ പൈസ എന്താന്ന് വെച്ചാൽ അതിങ്ങനെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലെ, ഇന്നലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉറപ്പിച്ച പൈസ ഒരു ഊക്കിയ രൂപയാണ്, ആ ഊക്കിയ രൂപ കുറച്ച് അധികരിപ്പിച്ചിട്ട് ജാബിറിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സിദ്ഹു, അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒന്ന് അധികരിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതും കച്ചവടത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാമിന്റെ ഫിഖ്ഹ് സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊരു കച്ചവടം നടത്തിയാൽ, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു കടം വാങ്ങിയാൽ, എന്തെങ്കിലും ഒരാളൊരു സഹായം ചെയ്തു തന്നാൽ തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അധികം കൊടുക്കാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളത് അത് നിർബന്ധമൊന്നുമല്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലും നിങ്ങളുടെ ഇഷ്ടത്തിലും പെട്ടതാണ്, അത് റസൂലിന്റെ ഒരു ശീലവുമാണ് എന്ന് ഇസ്ലാമിന്റെ ഫിഖ്ഹിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബിലാലെ, അദ്ദേഹം ഒരു ഊക്കിയാണ് നമ്മൾ കച്ചവടം ഉറപ്പിച്ചതെങ്കിലും കുറച്ചധികം ജാബിർ ബിൻ അബ്ദില്ലക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു കുറച്ചധികം പൈസ ജാബിർ റളിയല്ലാഹു അൻഹു കൊടുക്കുകയും
എന്നിട്ട് പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് അവസാനം ജാബിർ ബിൻ അബ്ദില്ല തന്റെ ആകെ ഉണ്ടായ ഒരു ഒട്ടകത്തെ വിറ്റതിന്റെ സങ്കടം ഉള്ളിൽ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച്, അതേസമയം റസൂലുള്ള അല്ലേ എന്നുള്ളൊരു സന്തോഷവും മനസ്സിൽ ഇങ്ങനെ രണ്ടും കൂടി മിക്സായി കുറച്ച് പൈസയും കൈമേൽ കിട്ടി ഇങ്ങനെ തിരിച്ചു പോകാൻ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ജാബിറെ നീ തിരിച്ചു പോകുമ്പം പിന്നെ ആ ഒട്ടകത്തെയും കൂടി എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജാബിർ ബിൻ അബ്ദുല്ലാഹ് ഇങ്ങനെ അതിശയപ്പെടാണ്, റസൂൽ ഇത് കച്ചവടം കഴിഞ്ഞല്ലോ, ഞാൻ ഒട്ടകത്തെ വിറ്റു, താങ്കൾ എനിക്ക് പൈസ തന്നു, ഞാൻ തിരിച്ചു പോവാൻ. റസൂല് പറഞ്ഞു, പാടില്ല, ആ ഒട്ടകത്തെ കൂടി നീ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഇതിനെ കുറിച്ചിട്ടുള്ള വളരെ വിശദകരമായ പിന്നെ തഫ്സീറുകളും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും ഹദീസിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, റസൂലിനറിയാം നമ്മുടെ സൈന്യത്തിന്റെ കൂട്ടത്തിൽ ജാബിർ ഒരു പാവാണ്. ജാബിറിന്റെ ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പൊ ആ ആകെയുള്ള ഒരു ഒട്ടകമാണെങ്കിൽ പോലും ആ ഒട്ടകം വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ എന്നും സൈന്യത്തിന്റെ ഏറ്റവും പുറകിലുണ്ടാകൽ ജാബിറാണ്. ആ ജാബിറിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു നാടകീയമായ രംഗങ്ങളായിരുന്നു ഇതൊക്കെ എന്ന് ഹദീസ് അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവസാനം എന്ത് സംഭവിച്ചു? ജാബിർ റളിയല്ലാഹു ഒരുപാട് പൈസയും കിട്ടി, എന്നാൽ തന്റെ ആകെ ഉണ്ടായിരുന്ന അസറ്റ് ആ ഒട്ടകം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി. ഒന്ന്, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മൈൻഡ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. രണ്ട്, ജാബിർ റളിയല്ലാഹു അൻഹു പോലും അറിയാതെ അദ്ദേഹത്തെ ഫിനാൻഷ്യലി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന വലിയൊരു കാര്യം ഒരു യാത്രന്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു തീർക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ജീവിതത്തെ കുറിച്ച് വായിക്കാൻ തുടങ്ങുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് കേൾക്കാൻ തുടങ്ങുമ്പോൾ, ഖുർആൻ റസൂലിനെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ പരാമർശിക്കുന്ന ഒരേ ഒരു സംഗതി മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ റസൂലിന് പറ്റിയെന്നുള്ളതാണ്. മനുഷ്യന്റെ വികാരങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതിലൂടെ ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ പാകത്തിലുള്ള സ്വഹാബിയായി പിന്നീട് മാറി. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ 7 ആളിൽ 4ാമത്തെ ആളാണ് ജാബിർ ബിൻ അബ്ദില്ല. 90ാമത്തെ വയസ്സിൽ ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് റസൂൽ എനിക്ക് തന്ന സമ്പാദ്യം ഇന്നും എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ്. 90ാമത്തെ വയസ്സിലും എനിക്ക് എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടെങ്കിൽ, സേവിങ്സ് ഉണ്ടെങ്കിൽ, അതൊക്കെ റസൂൽ അന്ന് തന്ന പൈസന്റെ പവറാണ്, ബർക്കത്താണ് എന്ന് 90ാമത്തെ വയസ്സിൽ വന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പിന്നെ മാതൃകാപരമായി നമ്മൾ കാണുന്ന ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഇത്തിബാ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ റസൂലിനെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം മനസ്സിലാക്കേണ്ടത് റസൂലിന്റെ മനുഷ്യത്വത്തെ കുറിച്ചിട്ടാണ്. റസൂലിന്റെ മറ്റൊരു മനുഷ്യന്റെ വികാരങ്ങളെ പറയാതെ മനസ്സിലാക്കാൻ പറ്റുന്ന അപാരമായ ഒരു വാല്യൂവിനെ കുറിച്ചിട്ട് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത്. ഖുർആനും അങ്ങനെ തന്നെയാണ് വിശദീകരിക്കുന്നത്. ഹദീസുകളെ ഏത് ചാപ്റ്റർ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലിന്റെ സൗന്ദര്യം, റസൂൽ ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ റസൂലിന്റെ ഒരു ബ്യൂട്ടി, അത് അതിമനോഹരമാണ്. ആ അർത്ഥത്തിൽ റസൂലിനെ കേൾക്കാനും വായിക്കാനും ഇനിയുള്ള അവസരങ്ങളും സമയങ്ങളും ആയുസ്സുകളൊക്കെ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആ റസൂലിനെ അറിയാതെ പോയാൽ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ നഷ്ടമായി നമ്മൾ അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. എന്റെ ജീവിതത്തിലെ ഓരോ മൊമെന്റും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും ആ റസൂലിന്റെ വാല്യൂസുമായിട്ട് കണക്ട് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം പ്രിയപ്പെട്ടവരെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ റസൂലിനെ സ്നേഹിക്കുന്ന, ആ അർത്ഥത്തിൽ റസൂലിനെ ഉൾക്കൊള്ളുന്ന, റസൂലിന്റെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരൊക്കെ സഞ്ചരിക്കുന്ന സ്വർഗത്തിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദിൽ സ്വമദ് الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ജീവിക്കുന്ന കാലമത്രയും അനുസരിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈമാനോടുകൂടി ജീവിക്കുവാനും അതേ ഈമാനിൽ
അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു അറിയിപ്പുള്ളത്, ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ പ്രവാചക ജീവിതം മനുഷ്യ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ബാധകമാണ്. ഒരു മേഖലയും ഒഴിവാതെ എല്ലാത്തിലും റസൂലിന്റെ ഉത്തമമായ മാതൃക നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുടുംബത്തിൽ വളരെ എഫേർട്ട് എടുത്ത് ഒരുപാട് പൈസകൾ ചെലവാക്കി വലിയ ഗൗരവത്തിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് കുടുംബത്തിലെ കല്യാണങ്ങൾ എന്ന് പറയുന്നത്, നിക്കാഹുകൾ എന്ന് പറയുന്നത്. ആ നിക്കാഹുകളെ എങ്ങനെയാണ് കൃത്യമായ അറിവോടെ ധാരണയോടുകൂടി ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടതെന്നും ആ ദാമ്പത്യം എങ്ങനെ മനോഹരമാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം സമൂഹത്തിൽ വളരെ ശക്തമായ രീതിയിൽ നടക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്കൊക്കെ നന്നായിട്ട് അറിയാം. അതുമായി ബന്ധപ്പെട്ട് പ്രീ പോസ്റ്റ് മാരിറ്റൽ വർക്ക്ഷോപ്പ് നമ്മുടെ ശിവാജി നഗർ കോൾസ് പാർക്ക് ഹിറ സെന്ററിൽ നാളെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ നടക്കുന്ന വളരെ പ്രയോജനപ്പെടുന്ന ഒരു സെഷൻ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും വൈവാഹിക രംഗത്തെ ദാമ്പത്യ ജീവിതത്തിലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൗന്ദര്യം തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നമ്മളെല്ലാവരും നടത്തുകയും ചെയ്യണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന സ്വാലിഹായ അമലായി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും എന്നും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള പീഡിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സമൂഹങ്ങളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഈമാനും സബ്റും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أقم الصلاة.